എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും ആലയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്നെനിക്ക് ചെയ്തു തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘമായി ശിക്ഷിക്കുകയും ചെയ്യുന്നവനാർ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിർത്തിയെയും കാത്തുകൊള്ളുക. ദോഷമിട്ടവെന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. ആ വയലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ആദരണീയനായ PM ഏബ്രഹാം വാഴക്കലച്ചൻ, ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ വാതാമുട്ടം സെന്റ് മേരീസ് ചാപ്പൽ കന്യകമറിയാം അമ്മയുടെ നാമത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ദേവാലയമാണ്. ആണ്ടുതോറും അവിടെ ഓഗസ്റ്റ് 15-ാം തീയതി വാങ്ങിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന പതിവ് നമുക്കുണ്ട്. കന്യകമറിയാം അമ്മ നമ്മുടെ മധ്യസ്ഥയാണ്. നമുക്ക് വേണ്ടി നാം പറയാതെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. ആ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ 15 ദിവസം നോമ്പ് ആചരിച്ച് നമ്മൾ ആഘോഷിക്കുകയാണ്. അതോട് ചേർന്ന് പ്രാർത്ഥനാ സംഗമം, ശൂന്യ സംഗമം ഓരോ ഭവനങ്ങളിലായിട്ട് നടത്തി വരികയാണ്. ഇന്ന് ഇവിടേക്ക് ഈ ശൂന്യ സംഗമത്തിൽ പ്രാർത്ഥനയിൽ വചന ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സാന്നിധ്യം എല്ലാ ഭവനങ്ങളിലും, എല്ലാ ശൂന്യ സംഗമം നടക്കുന്ന ഭവനങ്ങളിലും ഉണ്ടായിരിക്കണം. നമ്മുടെ കടമയാണ്. എവിടെ പ്രാർത്ഥന നടത്തിയാലും അവിടെ പോകുവാൻ തക്കവണ്ണം നാം ഉത്സാഹിക്കണം. അതുപോലെ ദൈവമാതാവിനുള്ളതായ മധ്യസ്ഥതയിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നു. ആ അമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും പുത്രൻ തമ്പുരാനോട് നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കും. മാതാവിനോട് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നവളാണ് കന്യകമറിയാം അമ്മ. കാനാവിലെ കല്യാണത്തില് വീഞ്ഞ് തീർന്നു പോയി എന്ന് ആരും മാതാവിനോട് പറഞ്ഞിട്ടില്ല. ആ
കാര്യം പോയി പുത്രനോട് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ കന്യകമറിയാം അമ്മ നമുക്ക് വേണ്ടി പുത്രൻ തമ്പുരാനോട് അപേക്ഷിക്കും. അങ്ങനെ പുത്രൻ തമ്പുരാനിൽ നമുക്ക് കൂടുതൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ഇടയാവും. പ്രാപിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, ഇന്നും ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ മാതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം. ഈശോയോയ സംഗമം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹകരമായി തീരട്ടെ. ഇതോട് അനുബന്ധിച്ച് നമ്മുടെ 15 നോമ്പ് വീടല് ശൂനോയോ വാങ്ങിപ്പ് പെരുന്നാള് നമ്മുടെ പള്ളിയിലെ പ്രധാന പെരുന്നാളാണ്. അതെല്ലാം നമുക്കെല്ലാവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ നമ്മുടെ ശൂന്യ സംഗമത്തിന് അതിൻ്റെ ഉദ്ഘാടനമാണ്. ഇന്ന് നമ്മുടെ മുളകടിയിലെ കൊച്ചുമോൻ്റെ ഭവനത്തിലാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗം നമ്മുടെ മുൻ വികാരി ഏതാണ്ട് 9 മാസമേ ആയിട്ടുള്ളൂ ഇവിടുന്ന് പോയിട്ട് അച്ഛനാണ്, റാണിക്കൽ അച്ഛനാണ് നമ്മളോട് ദൈവവചനം സംസാരിക്കാൻ തക്കവണ്ണം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. വീണ്ടും ഈ ദേവാലയ അംഗങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. വളരെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട മേജർ, സ്നേഹം നിറഞ്ഞ ഏവരുമേ, പാത്താവട്ടം സെന്റ് മേരീസ് ചാപ്പലിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടും എല്ലാവർക്കും, പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഭംഗിമാക്കൊന്നുമല്ല കേട്ടോ, യാഥാർത്ഥ്യമായില്ല. സ്നേഹിക്കുന്നവരിടയിലേക്ക് കടന്നു വരിക എന്നുള്ളത് അത് ഹൃദയത്തിന്റെ ഒരു കുളിർമയുടേതായ അനുഭവമാണ്. നിങ്ങളോടൊപ്പം അത് അനുഭവിക്കാൻ തൊക്കെ ഇടയാകുന്നത് ഭാഗ്യമായി കണക്കാക്കുകയാണ്. പാത്താവട്ടം ചാപ്പലിനെ സംബന്ധിച്ച് പറയുമ്പോൾ പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത വളരെ ശക്തമായി അനുഭവിക്കുന്നതായ ഒരു സമൂഹമാണ് അവിടെയുള്ളത്. ആ ചാപ്പലിൽ കൂടി വരുന്നതായ എല്ലാവരും, അതുമായിട്ട് അല്പമായോ അധികമായോ സഹകരിക്കുന്ന എല്ലാവർക്കും തന്നെ മാതാവിന്റെ മധ്യസ്ഥത മുഖാന്തരം പലവിധമായ സഹായങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് എല്ലാവരും സാക്ഷിക്കുന്ന അനുഭവമാണ്. അപ്രകാരം എനിക്കും അതിൽ പങ്കാളിയാവാൻ തക്കവണ്ണം സംഗതിയായി എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നിങ്ങളുമായിട്ട് അല്പസമയം ദൈവത്തിന് പങ്കുവെക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ വേദഭാഗം, വേദപുസ്തകം ഉള്ളവർക്ക് എടുക്കാം. ചില ഭാഗങ്ങൾ വായിക്കേണ്ടതും ആവശ്യമാണ്. 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് ചിന്താ വിഷയമായി എടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിന്റെ 18-ാമത്തെ അധ്യായം. വേദപുസ്തകം വായിക്കുവാൻ തക്കവണ്ണം തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 18-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിക്കാം. 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ. രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. അവന്റെ അമ്മയ്ക്ക് അബി എന്ന് പേർ. അവൾ സഖര്യാവിന്റെ മകളായിരുന്നു. മതി. ഇനിയും വായിക്കേണ്ട വേദഭാഗം 5-ാമത്തെ വാക്യത്തിൽ വായിച്ചു. 5-ാമത്തെ അവനും മുൻപും വീണ്ടും എന്നുള്ള ഭാഗം കണ്ടത് 5-ാമത്തെ വാക്യത്തിന്റെ. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അവൻ യഹോവയോടെ ചേർന്നിരുന്ന് അവനെ വിട്ട് പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെയും ഉദാർത്ഥനായി വന്നു. നിങ്ങളെയൊക്കെയും വേദപുസ്തക വായനയിലെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതായ ഒരു രാജാവിന്റെ കാര്യമാണ് പറയുന്നത്. ആ രാജാവിന്റെ പേര് പറയുന്നു ഹിസ്കിയാവ്. ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ വളരെ നല്ല സ്വഭാവത്തിന്റെയും നല്ല പ്രവർത്തനത്തിന്റെയും ഉടമയായ രാജാവാണ്. രാജാക്കന്മാരുടെ പുസ്തകം സാധാരണഗതിയിൽ അനേകം പേര് പഠിക്കാൻ തക്കവണ്ണം ഇഷ്ടപ്പെടാത്തൊരു ഭാഗമാണ്. കാരണം ഓരോ രാജാവും ഓരോ ടൈപ്പാണ്.
അനേക രാജാക്കന്മാരുടെ വായിക്കുമ്പോൾ ഇന്ന രാജാവ് ഇന്ന സമയത്ത് രാജാവായി അവൻ അവന്റെ പിതാക്കന്മാരെ പോലെ അധർമ്മം പ്രവർത്തിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം രാജാവാകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ പുരോഹിതനാണ് അവരെ എണ്ണയൊഴിച്ച് അഭിഷേകം ചെയ്യുന്നത്. ദൈവം കൊടുക്കുന്ന വരമാണ്, ദാനമാണ്. എങ്കിലും രാജാക്കന്മാരെ പറ്റി പറയുന്നത് ഇന്നയാള് രാജാവായി, ഇന്നയാളുടെ മകൻ ഇന്ന ആളെ രാജാവായി, ഇന്ന നാളെ രാജാവായി, അവനെ 10 വർഷം ഭരിച്ചു, 20 വർഷം ഭരിച്ചു, അവൻ അവന്റെ പിതാക്കന്മാരെ പോലെ അധർമ്മം പ്രവർത്തിച്ചു എന്ന് അനേകം എഴുതിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദാനമായി അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ അധർമ്മം പ്രവർത്തിക്കുന്നത്? പക്ഷെ ആ പഠനം എന്നെ കൊണ്ട് എത്തിച്ചത് നമ്മിൽ തന്നെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ദൈവം തമ്പുരാൻ ആർക്കൊക്കെ അനുഗ്രഹം കണ്ണമാനം കൊടുക്കുന്നുണ്ടോ അവരുടെയൊക്കെയും ചരിത്രം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, ദൈവം അവനെ അനുഗ്രഹിച്ചു, അവൻ അധർമ്മിയായി മരിച്ചു എന്ന് എഴുതുന്നതായിരിക്കും പലപ്പോഴും നല്ലത്. ദൈവം കൊടുക്കുന്ന ദാനം അനുഗ്രഹത്തിനാക്കുവാൻ തക്കവണ്ണം അനേകർക്ക് ഇന്നും സാധിക്കുന്നില്ല, അന്നും സാധിച്ചില്ല. അതുകൊണ്ടാണ് രാജാവിന്റെ എല്ലാവിധമായ കൃപാവരങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടും അവർക്ക് നല്ലവരായി ജീവിക്കാൻ സാധിച്ചില്ല. പക്ഷെ അതിൽ നിന്നും വേർപെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ്. ഹിസ്കിയാവിനെ പറ്റി പറയുകയാണ്, അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. 25-ാം വയസ്സിൽ അനുഗ്രഹങ്ങളുടെ വലിയ ഭണ്ഡാരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ആരായിത്തീരും? നമ്പർ 1 ഉഴപ്പനായിത്തീരും, അല്ലേ? ഈ കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് ഒരു കൊച്ചു വന്ന് പറയുക, അച്ഛാ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതേ ഉള്ളൂ, അച്ഛാ ക്യാമ്പസ് സെലക്ഷന് വേണ്ടി നല്ല ജോലി കിട്ടി, ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും നല്ല ജോലി എനിക്ക് കിട്ടിയിരിക്കുന്നത്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രതിമാസം 65,000 രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്, 1.5 വർഷം കഴിയുമ്പോൾ അത് 1 ലക്ഷം രൂപ മുകളിൽ എത്തും എന്ന് പറഞ്ഞു. രാജ്യ പദവിയില്ല പിള്ളേർ വളരുന്നല്ലേ? 22 വയസ്സുള്ള ഒരു കൊച്ചിനെ അല്ലെങ്കിൽ 23 വയസ്സുള്ള ഒരു കൊച്ചിനെ അവന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് പ്രതിമാസം 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആരായിത്തീരും? ഞാൻ തലയിൽ പോയി നടക്കേണ്ടി വരും, അല്ലേ? നേരെ പോകാൻ ഒക്കുകയില്ല. അധികാരം തലയ്ക്ക് പിടിക്കുന്നതായ സമൂഹമാണുള്ളത് അന്നും ഇന്നും. രാജാവ് എന്ന് പറഞ്ഞാൽ പിന്നെ എതിർവായി, രാജാവിന്റെ വായിക്ക് എതിർവായില്ല. രാജാവിനെ ഇന്ന് കാണിക്കാം. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അവനവന്റെ പിതാക്കന്മാരെ പോലെ അധർമ്മം പ്രവർത്തിക്കുന്നു എഴുതിയിരിക്കുന്നത്. വേറെ ഒന്നും ഒരു വാക്ക് ചേർക്കാനില്ലായിരുന്നു. പക്ഷേ ഹിസ്കിയാവിനെ പറ്റി എഴുതുന്നല്ല, അവൻ 25-ാം വയസ്സിൽ രാജാവായി. എന്നിട്ട് പറയുകയാണ്, അവൻ ജെറുസലേമിൽ അവനെ വാഴ്ച തുടങ്ങിയപ്പോൾ 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം വാണു. വീണ്ടും പറയുകയാണ്, തന്റെ പിതാവായ ദാവീദ് ചെയ്ത പോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായത് അവൻ ചെയ്തു. പറയുകയാണ്, ദാവീദ് രാജാവിനെ പോലെ തന്നെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. വീണ്ടും താഴെ പറയുകയാണ്, അവന് മുൻപും ഉണ്ടായിരുന്ന എല്ലാ യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. വീണ്ടും പറയുകയാണ്, അവൻ യഹോവയോട് ചേർന്നിരുന്നു, യഹോവ അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെന്നിടത്തൊക്കെയും അനുഗ്രഹമായിരുന്നു. സുന്ദരം 2 വാചകങ്ങളാട്ടോ. അവൻ യഹോവയോട് ചേർന്നിരുന്നു, അവൻ ചെന്നിടത്തൊക്കെയും അനുഗ്രഹമായിരുന്നു, യഹോവ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു രാജാവിനെ വേണ്ടി പറയുന്ന കാര്യമല്ല കേട്ടോ, സാധാരണക്കാരെ നമുക്ക് വേണ്ടി പറയുന്ന കേട്ടോ. എന്താ പറയുന്നത്? അവൻ യഹോവയോട് ചേർന്നിരുന്നു, യഹോവ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു എന്നുള്ളത് അച്ചടി നമുക്ക് മനസ്സിലാവുന്ന ഭാഷ എഴുതിയാൽ അവൻ ചെന്നിടത്തൊക്കെയും അനുഗ്രഹമായിരുന്നു. അതിൽ കൂടുതൽ എന്താ വേണ്ടതല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത്, നാം നമുക്ക് തന്നെ അനുഗ്രഹമാണോ ഇല്ലയോ എന്നുള്ളത്. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്നതായ നമുക്ക് നാം അല്ലാതെ വേറെ എതിരില്ല കേട്ടോ. വാഴക്കഴിച്ചിന് ആരാ എതിരുണ്ടാകാൻ സാധ്യതയുള്ള ആരാണ്? വാതമ്പടിക്കാർ എതിർ നിൽക്കുമോ? വാതമ്പടിക്കാർ എതിർ നിൽക്കുമോ? ഇല്ല. പിന്നെ എനിക്കെതിരെ ആരായിരിക്കും? ഞാൻ തന്നെ എതിരായെങ്കിലേ ഉള്ളൂ, അല്ലേ? നിങ്ങൾക്ക് ഒന്നില്ല കേട്ടോ.
നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്, എല്ലാം അനുകൂലമാണ്. പക്ഷെ നമുക്ക് നമ്മൾ തന്നെ പ്രതികൂലമായിരുന്നാലോ? ദൈവം നമ്മളെ രാജാവായിട്ടും രാജ്ഞിയായിട്ടും അവരോധിച്ചിരിക്കുക. അനേക രാജാക്കന്മാർ സ്വപ്നം കാണാത്തതായ വലിയ സുഖങ്ങൾ നാം അനുഭവിക്കുക. രാജാക്കന്മാരുടെ സ്വപ്നത്തിൽ പോലും വരാത്തതായ സുഖ സൗകര്യങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ സാമ്പാർ പോലും എത്ര രുചികരമാകട്ടോ. ഒരു രാജാവ് ഇത്രയും രുചിയുള്ള സാമ്പാർ കൂട്ടി കാണുകയില്ല. അന്ന് ഈ മേളമസ്താരൊന്നും ഇല്ല കേട്ടോ. ഏതെങ്കിലും വേലക്കാരി ഇടിച്ചു വീഴുന്നതായ സാധനം കുറുക്കി കുടിക്കുന്ന സാമ്പാർ അങ്ങനെ പോകുന്നു. നമ്മൾ കിടക്കുന്ന പോലെ കിടക്കയിലോ നമ്മൾ ചവിട്ടുന്ന പോലെ മാർബിളിലോ ഒന്നും ഒരു രാജാവും വാണിരുന്നില്ല. കരികിൽ ഭാഗ്യ തലയപ്പെടാണെന്ന് കാണും. അത്ര രാജകീയമായ അനുഭവത്തിലാണ് ദൈവം നമ്മളെ ഇന്നാക്കിയിരിക്കുന്നത്. രാജാവ് സ്വപ്നം കാണാത്തതായ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നു. രാജാവിന്റെ വാഹനത്തിന്റെ പേരെന്തുവാ? രഥം. രഥം നമ്മുടെ കാളവണ്ടിയേക്കാൾ മോശമാണെന്ന് അറിയാമല്ലോ. നിങ്ങളെ ആരെയെങ്കിലും രഥത്തെ കയറ്റി ട്രിവാൻഡ്രം മുതലേ കോട്ടയം വരെ വരുത്തിയാൽ പിന്നെ ഒരു മാസം കിടത്തി തിരുമണം നിങ്ങളെ കേട്ടോ, നിങ്ങൾ മുഖത്തുള്ളൂ. രഥം കേൾക്കും വലിയ ഗമയാ കേട്ടോ. രാജാവിന്റെ രഥം പിടിച്ചിരുന്ന തല കാണുകയില്ല. ചില രഥത്തിന്റെ ഒക്കെ അവശിഷ്ടം ഇന്നും ട്രിവാൻഡ്രത്തിൽ ഏർപ്പെടും കേട്ടോ. ഷോക്ക് അബ്സോർബർ ഇല്ല, ഒന്നുമില്ല. അതിന് 2 വീല് മാത്രമേ ഉള്ളൂ. കുതിര സ്പീഡിൽ പോകുമ്പോൾ തല പോകാതിരിക്കണമെങ്കിൽ പിടിച്ചിരിക്കണം. നമ്മുടെ ഈ വണ്ടിയൊന്നും, സുഖമുള്ള വണ്ടിയൊന്നും രാജാവ് സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനത്തെ അനുഭവത്തിൽ ജീവിക്കുന്നതായ രാജാക്കന്മാരൊക്കെയും അങ്ങ് ജീവിച്ചു മരിച്ചു. പക്ഷെ ഓർക്കുക, അതിനേക്കാൾ രാജകീയമായ പദവിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇത് ഓർപ്പിക്കുകയാണ്, അവൻ യഹോവയോട് ചേർന്നിരുന്നു, യഹോവ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെന്നിടത്തൊക്കെയും അനുഗ്രഹമായിരുന്നു. ഇത് ഓരോ ദൈവവൈതലിനെ പറ്റി പറയുന്ന കേട്ടോ. ദൈവത്തെ അന്വേഷിക്കുന്ന ഓരോ ദൈവവൈതലും അവന് തന്നെ അനുഗ്രഹമായിരിക്കണം. അവന് തന്നെ നാശമാകരുത്. അവന് തന്നെ അനുഗ്രഹമായിരിക്കണം. അവൻ ചെന്നിടത്തൊക്കെയും അനുഗ്രഹമായിരുന്നു. ഓർപ്പിക്കുക. കൂടുതൽ പറയാറുണ്ടെങ്കിലും ആ അധ്യായത്തിൽ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. 25-ാമത്തെ വയസ്സിൽ രാജാവായ ഹിസ്കിയ രാജാവെ ദാവീദ് രാജാവ് ചെയ്തപോലൊക്കെയും ചെയ്യാൻ തക്ക ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഭവക്കാരായിരുന്നു. എങ്കിലും പ്രതിസന്ധികൾ ഇങ്ങനെ പുറകെ കടന്നു വരുന്ന അനുഭവമാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രതിസന്ധി ഇല്ലെന്ന് വിശ്വസിക്കരുത് കേട്ടോ. തിരിച്ചു പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം പ്രതിസന്ധികളായി കടന്നു വരുന്നത്. പക്ഷെ ആ പ്രതിസന്ധികളെ ദൈവത്തോട് ചേർന്ന് അഭിമുഖീകരിച്ച് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രാജാവാണെങ്കിലും എല്ലാവിധമായ കൃപാവരങ്ങൾ ഉണ്ടെങ്കിലും പ്രതിസന്ധികൾ അനുദിനം കടന്നു വരിക സ്വാഭാവികമാണ്. ഇവിടെ ഓർപ്പിക്കുകയാണ്, ആ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 13-ാമത്തെ വാക്യം. അശൂർ രാജാവായ സൻഹെരീബ് അന്നേ ഹിസ്കിയ രാജാവിന്റെ 14-ാം ആണ്ടിൽ രാജവാഴ്ച തുടങ്ങി 14 വർഷങ്ങൾ ഭംഗിയോടെ മുന്നോട്ട് പോയി. ആ സമയത്ത് അശൂർ രാജാവായ സൻഹെരീബ്, അന്നത്തെ ഏറ്റവും ശക്തമായ ഒരു രാജകീയ അനുഭവമാണ് അശൂർ രാജാവ് മുസ്ലിം ദേശത്തുള്ളത്. ആ സൻഹെരീബ് ഈ യഹൂദ രാജ്യത്തെ നോട്ടമിട്ടപ്പോൾ രാജാവിന് മനസ്സിലായി, ഈ അശൂർ സൈന്യത്തെ തോൽപ്പിക്കുക അസാധ്യമാണ്. അവരുമായിട്ട് മല്ലിട്ട് കഴിഞ്ഞാൽ ഈ യഹൂദ നാട് തന്നെ ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? ഒരു വലിയ സമൂഹം കടന്നു വരുന്നു. അവർ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മൊത്തമായി നക്കിക്കളയും, ഇല്ലാതായി തീരും. ഉടനെ ദൈവികമായ ചിന്തയിൽ നിന്ന് പറയുകയാണ്, ആ രാജാവിനെ പിടക്കാതെ വെല്ലവും കൊടുത്ത് പറഞ്ഞയക്കുന്ന രീതിയിലേക്ക് ഉള്ള ചിന്തയാണ് കടന്നു വരുന്നത്. പഴയ കാലത്ത് 2 രീതിയിലുള്ളതായ ക്രമീകരണമുണ്ട് ഒരു രാജാവിനെ നേരിടുന്നത്. ഒന്ന് യുദ്ധത്തിന് മുന്നായി യുദ്ധം തന്നെ ചെയ്ത് ഒന്നുകിൽ തോൽക്കുക അല്ലെങ്കിൽ വിജയിക്കുക. രണ്ടാമതാണ് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് പറഞ്ഞു വിടുക. കപ്പം കൊടുക്കുക എന്ന് പറഞ്ഞു. കപ്പം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ രാജ്യം പാപ്പരാകും കേട്ടോ. ആ രാജാവ് ചോദിക്കുന്നത് കൊടുക്കണം. പക്ഷെ ഒരു നേട്ടമുണ്ട്,
ആൾനാശം ഉണ്ടാകുകയില്ല, രാജാവിനെ കൊല്ലുകയില്ല. ധനം മുഴുവനും ചിലപ്പോൾ അവർ കൊണ്ടുപോയിരിക്കാം, എങ്കിലും ആൾനഷ്ടം ഉണ്ടാകുകയില്ലോ. അത് തന്നെ ഇവിടെയും ചിന്തിക്കുകയാണ്. ഇവിടെ പറയുന്നു, ഈ 14-ാമത്തെ വാക്യം വായിച്ചു. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഖീശിൽ അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ട് മടങ്ങി പോകണം. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം. അശ്ശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഉടനെ അശ്ശൂർ രാജാവ് പറയാണ്, ശരി, ഞങ്ങൾ പൊക്കോളാം, ഇത്രയും തരണം. എന്ത് ചെയ്യണം? 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും കൽപ്പിച്ചു. ഈ താലന്ത് നമ്മൾ വായിക്കുമ്പോൾ 30 പവനാന്ന് തോന്നുന്നു അല്ലേ? പവനല്ല, 30 കിലോയാ കേട്ടോ. അതുകൊണ്ട് താലന്തിന്റെ ഉപമ പറയുമ്പോഴേ, ഒരു താലന്ത് ലഭിച്ചവൻ കുടിച്ചിട്ടുള്ളൂ നമ്മൾ കൊടുത്തു ഒന്നല്ലാണ്ടല്ലോ, 1 കിലോ ആയിരുന്നു കേട്ടോ. 1 കിലോ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കും, പേര് വരുമോ? അതുകൊണ്ടാണ് പറഞ്ഞത് മടിയാന്ന് വിളിക്കുന്നത്. നീ കൊണ്ട് ബാങ്കിടാൻ വരാൻ 1 കിലോ സ്വർണം ഇതിനെ വിളിച്ചിട്ട്. താലന്ത് പറയുമ്പോൾ കിലോയോളം വരുന്ന വലിയ കട്ടികളാണ് കേട്ടോ. ഈ രാജാവ് എത്ര ഇട്ടത് പിഴ ഇട്ടത്? 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും. ഇത്രയൊന്നും രാജാവിന്റെ കണാതില്ല കേട്ടോ. 30 കിലോ സ്വർണ്ണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാ കൊടുത്തും താഴോട്ട് വായിച്ചേ? യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും പട്ടണങ്ങളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശ്ശൂർ രാജാവിന് കൊടുത്തു. അങ്ങനെ പള്ളിയിലെ പൂശി വെച്ചിരുന്നതായ സ്വർണം ഉൾപ്പെടെ തോന്നി കൊടുത്താണ് ഈ രാജാവിന് പിണക്കാതെ കിട്ടത്. എന്ന് പറഞ്ഞാൽ രാജാവും പള്ളിയും രാജധാനി എല്ലാം പാപ്പരായി ചുരുക്കും. കൊട്ടാരത്തിലെ സ്വർണം വേണ്ടി തികച്ചില്ല. പിന്നെ അവിടെ ദേവാലയത്തിന്റെ പടിയിലൊക്കെ പൊതിഞ്ഞിരുന്നതായ സ്വർണം പോലും ഇളക്കി എടുത്താണ് ഈ രാജാവിന് കൊടുത്ത് ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും വിജയിക്കുന്നത്. ഇപ്പൊ രാജാവ് കൊടുത്തു, ഹിസ്കിയ രാജാവ് കൊടുത്തു, ഇനിയും ആ രാജാവ് പൊക്കോളൂ എന്ന് വിചാരിച്ചത്. പക്ഷെ അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്ക് നെറിയും നേരുമൊന്നുമില്ല കേട്ടോ. ഇത്രയും സ്വർണ്ണമെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനെ കൈക്കലാക്കി പറഞ്ഞു, പിന്നെയും കളിയാക്കുക, നീ ആരെ ശരണം പ്രാപിക്കുന്നത്? നീ ഒറ്റയ്ക്കൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, യഹോവയ്ക്ക് യുദ്ധം ചെയ്യാൻ അറിയാവോ എന്ന് പറഞ്ഞ് വീണ്ടും കളിയാക്കാൻ പറഞ്ഞു. അത് വിശദമായിട്ട് ആ ഭാഗത്ത് വായിക്കുന്നത് മുഴുവൻ വായിക്കാൻ നിൽക്കുന്ന സമയം അനുവദിക്കുന്നില്ല. എങ്കിലും അതിനകത്ത് 20-ാമത്തെ അധ്യായം വായിച്ചു. 20-ാമത്തെ വാക്യം. പറയാണ് ഇപ്പം ഈ രാജാവ് കപ്പമെല്ലാം വാങ്ങിച്ചു പറയുകയാണ്, നീ പറയുന്നു എനിക്ക് യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കത്രേ. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിക്കുന്നത്? നീ ചതഞ്ഞ ഓടയല്ലോ എന്ന് ചോദിക്കുകയാണ്. അതെല്ലാം അവന്റെ ദൈവത്തോടുള്ള വെല്ലുവിളി കേട്ടോ. ഹിസ്കിയാവ് ആകെ ആശ്രയിക്കുന്ന ആരെയാ? യഹോവയാ, ദൈവത്തെയാ. ഈ രാജാവ് പറഞ്ഞു, എനിക്ക് യഹോവയിൽ നിന്ന് രക്ഷ കിട്ടിയെങ്കിലേ ഉള്ളൂ. അവൻ യുദ്ധം ചെയ്യാൻ അറിയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ കപ്പമെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞും ഈ യഹോവയെ അവൻ വെല്ലുവിളിക്കുക. നീ ആരോടാകുന്നു ഈ വെറും വാക്ക് പറയുന്നത്? നീ ആരെയാകുന്നു ആശ്രയിക്കുന്നത് എന്ന് ചോദിക്കുക. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഹിസ്കിയാവ് ആകപ്പാടെ പ്രയാസത്തില്ല കേട്ടോ. കൊടുക്കാതെ നമ്മൾ കൊടുക്കുകയും ചെയ്തു, വീണ്ടും പോകുന്നുമില്ല. പ്രതിസന്ധി കൂടിക്കൂടി വരിക കേട്ടോ. പ്രതിസന്ധികളെ നമുക്കറിയാം. നമുക്കും ചില കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ പ്രതിവിധി കൊടുക്കും. ഒന്നും വേണ്ട, ഒരു ചെറിയ രോഗം വരുന്നു. രോഗം വന്നവിടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അല്ലേ? അവിടെ ചെല്ലുമ്പോൾ രോഗം കുറയുന്നില്ലെങ്കിലോ പിന്നെ അടുത്ത നല്ല ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ കുറയുന്നില്ലല്ലോ, പിന്നെ വേറോട്ടൊക്കെ പോകുന്നു അല്ലേ? പിന്നെ വേറെ ഹോസ്പിറ്റലിൽ കാണും. അപ്പൊ തന്നെ പാപ്പരായി കഴിഞ്ഞു. 2 ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ തന്നെ ആള് പാപ്പരായി. പിന്നെ വേറെ നല്ല ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ നോക്കണം, സാധ്യമാകുന്നില്ല അല്ലേ? പിന്നെ അറിയാതെ മേലോട്ട് നോക്കി പോകുന്നത് സ്വാഭാവികമാണ്. ഇവിടെയും അത് തന്നെ സംഭവിക്കുകയാണ്. രാജധാനിയും ദേവാലയം ഒക്കെയും പാപ്പരായി. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വീണ്ടും ഇതാ വെല്ലുവിളി കടന്നു വരികയാണ്. 19-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചു. ഹിസ്കിയ എന്തായി നോക്കി. 19-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. പിന്നെ അവൻ രാജധാനി വിചാരകനായ ഏലിയാക്കബിനെയും രാജസക്കാരനായ ഷെഫ്നെയും പുരോഹിതന്മാരുടെ മൂപ്പന്മാരെയും
രക്ഷപ്പെടുത്തവരായി ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ അടുക്കലായിരുന്നു. മതി. ഇവിടെ പറയുകയാണ്, ആകപ്പാട് പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴേക്കും ഹിസ്കിയ രാജാവ് വസ്ത്രം കീറി യഹോവയുടെ ആലയത്തിൽ ചെന്ന് അവിടെ അവൻ രട്ടുകൊടുത്ത് വെണ്ണീറിലിരുന്ന് അവനും അവൻ രാജസർക്കാരൻ മറ്റ് ആലോചനക്കാരും മറ്റു മന്ത്രിമാരും ഒക്കെ ഒരുമിച്ചിരുന്ന് ദേവാലയത്തിൽ മുട്ടിപ്പായി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അതികഠിനമായ പ്രാർത്ഥനയാണ്. രട്ടുടുക്കുക എന്ന് പറഞ്ഞാൽ രാജവസ്ത്രമൊക്കെയും മാറ്റി വെച്ചിട്ട് അനുതാപത്തിൻ്റെതായ വസ്ത്രം ധരിച്ചു. അവൻ മാത്രമല്ല, പിന്നെയോ അവിടുത്തെ മന്ത്രിമാരും ആലോചനക്കാരും ഒക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അന്ന് പിന്നെ ഇത് മാത്രമേ പ്രതിവിധിയുള്ളൂ കേട്ടോ. വേറെ ഒന്നിനും നമുക്ക് ആശ്രയമില്ല. ദേവാലയം എന്തിനാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? കരയാൻ തക്കുന്ന ഇടമാണ് അല്ലേ? വഴി എന്ന് പറഞ്ഞാൽ എന്നാ പറ്റും? നമ്മളെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അല്ലേ? കള്ളവനം കരഞ്ഞാലും ചിരിച്ചാലും വേറെ രോഗമെന്ന് പറയും അല്ലേ? പക്ഷെ കരയെടുത്ത് പോയി കരയണം. പള്ളിയിൽ പോയി കരഞ്ഞാൽ പട്ടെന്ന് പറയാമല്ലോ. ഇത് പറയില്ല. ഇവിടെ കരയാനുള്ള ഇടമാണ്. നമ്മുടെ വീടും അങ്ങനത്തെ ഇടമാണ് അല്ലേ? കരയുമ്പോൾ കരയാനുള്ള ഇടമാണ് നമ്മുടെ ഭവനവും നമ്മുടെ ദേവാലയവും. ഇതാ രാജാവിന് കരയാൻ സാധിക്കുന്നു, നമുക്ക് അറിഞ്ഞാൽ എന്നാ കുഴപ്പം? ഇന്നത്തെ വലിയൊരു ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്നവർക്ക് പലതും ഉണ്ടെങ്കിലും കണ്ണീര് മാത്രം വരികയുള്ളൂ കേട്ടോ. ആധുനിക സമൂഹം കരയാതിരിക്കാനുള്ളതായ ടെക്നിക്കൊക്കെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും കരയില്ലെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കരയാതിരിക്കാനുള്ളത് എല്ലാ ക്രമീകരണം ടി വിക്കാർ പഠിപ്പിക്കുന്നുണ്ട്. കരഞ്ഞു പോയ അഭിമാനം പോകുന്ന ഇപ്പോൾ ചിന്തയാണ് കേട്ടോ. പക്ഷെ അങ്ങനല്ല. രാജാവിന് കരയാമെങ്കിൽ നമുക്ക് കരഞ്ഞാല്ല, പ്രജയ്ക്ക് കരഞ്ഞാല്ല. കരച്ചിന്റെ കുറവ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇനി കരയാൻ മനുഷ്യൻ മറന്നുപോയി, കരയാൻ ചിലപ്പോൾ അറിയാമെന്നായി പോയിട്ട് അല്ലേ? സ്വന്തം അപ്പം മരിച്ചാൽ പോലും കരയാൻ തട്ടുന്ന ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് കരയുന്നത്? അയൽവക്കത്തെ അപ്പം മരിക്കുമ്പോൾ കരയാൻ പോകും. നമ്മളെപ്പോഴാണ് കരയുന്നത്? നമ്മുടെ അപ്പം മരിക്കുമ്പോഴേ. അതിന് കരയുന്നില്ലെങ്കിലോ പിന്നെ എപ്പോഴാണ് കരയുന്നത്? അറിയാൻ പറ്റും. കരയണം. കരയാൻ തക്കാണ് ദൈവം കണ്ണു തന്നിരിക്കുന്നത്. ഈ തലമുറയ്ക്കത് കുറെ ഏറെ കണ്ണീരുണ്ട് കേട്ടോ. അത് ഒഴുകി തീരണം. നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിലൊക്കെ കണ്ണീരിന്റെ വില പറയുന്നുണ്ട് കേട്ടോ. ആ പ്രാർത്ഥന കൃത്യം ഓർക്കുന്നതിന്റെ ആ സാരാംശം പറയാം. എന്റെ ഈ കണ്ണുനീര് ആ ചാലുകൾ നിൽക്കാതെ എന്നും കരഞ്ഞുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനെ എന്റെ തല ഒരു തീർത്താക്കി തീർക്കണമേ. നിങ്ങൾ തലയ്ക്കകത്ത് മുഴുവൻ ഒരു ഓർവ, ആ മുഴുവൻ വെള്ളക്കെട്ട്, ആ രണ്ട് ഓർവയ്ക്കകത്ത് ഇങ്ങനെ എപ്പോഴും കണ്ണുനീര് വരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അനുതാപത്തിന്റെ കണ്ണുനീര്, കളിപ്പിക്കുന്ന കണ്ണീരല്ല കേട്ടോ, അനുതാപത്തിന്റെ കണ്ണുനീര്. ഇതാ ഇവിടെ പറയുന്നു, രാജാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പലപ്പോഴും കരയുന്നത് ഒരു ബലഹീനതയാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു മാർഗമാണ് കണ്ണീര് കേട്ടോ. ഈ നമ്മുടെ കല്ലാശ്ശേരി ബാബാതിരുമേനി അവിടെ ഏതോ ഒരു അത്യാഹിതം നടന്ന ഒരു വീട്ടിൽ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അവിടെ എല്ലാവരും കരയുക. ശുശ്രൂഷ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നവരുടെയും അച്ഛന്മാരുടെയും ഒക്കെയും ഏതോ സ്ഥലമെന്നോ പള്ളിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ചെന്നപ്പോൾ തിരുമേനി അങ്ങനൊന്നും കരയുന്ന ആളല്ല, ഒത്തിരി മനക്കട്ടിയുള്ള ആളാണ്. അവിടെ തന്നെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ എല്ലാവരും കരയുന്നു. തിരുമേനിക്ക് മുന്നോട്ട് പ്രാർത്ഥന പോകുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് തിരുമേനി പ്രസംഗിച്ചു, ഇതുപോലൊരു പ്രാർത്ഥന ഞാൻ എൻ്റെ ജീവിതത്തിൽ നിർവഹിച്ചിട്ടില്ല. എന്താ ഇത്? കരച്ചിനെ പറ്റി മിണ്ടിയില്ല. ഇതുപോലൊരു പ്രാർത്ഥന ഞാൻ എൻ്റെ ജീവിതത്തിൽ നിർവഹിച്ചിട്ടില്ല. എന്താ? വാക്കുകൾ അവിടെ എല്ലാവർക്കും വാക്കുകൾ വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാവരും എന്താ ചെയ്യുന്നത്? കരയുക. അത് തന്നെ ലാസറിന്റെ കബറിൽ സംഭവിച്ചത്. എല്ലാവരും കരഞ്ഞപ്പോൾ കർത്താവിനും കരയാതിരിക്കാൻ ഒക്കുകയില്ല. എല്ലാവരും കരഞ്ഞപ്പോൾ കർത്താവും കരഞ്ഞുപോയി. അപ്പൊ അവിടെ അത്ഭുതം നടക്കുക. നാം കരയാവുന്ന അത്ഭുതം നടക്കുന്നത്. കരച്ചെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ അങ്ങേയറ്റത്തെ ഭാവമായിട്ട് അതിരിക്കും ഞാൻ പറഞ്ഞത്. വാക്കവിടെ സ്പഷ്ടമായിരുന്നില്ല, സ്ഫുടമായിരുന്നില്ല. പക്ഷെ എല്ലാവരുടെയും ഉള്ളിൽ നിന്നും വിങ്ങലാകുന്ന ഏങ്ങിപ്പോട്ടൽ അതിങ്ങനെ കടന്നു വരികയാണ്. പ്രാർത്ഥനയുടെ അങ്ങേയറ്റത്തെ ഭാവമാണ്. ഇതാ ഇവിടെ രാജാവും മന്ത്രിമാരും ദേവാലയത്തിൽ കടന്നു വന്ന് രട്ടുടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ യുദ്ധത്തിന് വേണ്ടി അനേക സൈന്യം ചുറ്റും നിൽക്കുന്നു. ഏത് നിമിഷവും കടന്നു വരാം. രാജാവ് പള്ളി പോയി പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ?
പേടിത്തുള്ളതല്ലേ, മണ്ടൻ അല്ലേ? എന്ത് സംഭവിച്ചു കാണും? നമ്മളറിയാത്ത ചില കാര്യമൊക്കെ സംഭവിക്കുന്ന എങ്ങനെയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പോംവഴികളുമില്ല, എല്ലാ പ്രതിസന്ധികളാണ്. അശൂർ രാജാവിന്റെ സൈന്യം ചുറ്റും നിൽക്കുക, യഹൂദ രാജ്യത്തെ ചുറ്റും നിൽക്കുക. യെരൂശലേമിനെ വിഴുങ്ങും ഉടൻ തന്നെ. ഉടനെ രാജാവും മന്ത്രിമാരും ദേവാലയത്തിൽ കടന്നു വന്ന് എന്ത് ചെയ്യുന്നു? അവരെ വിലപിച്ച് കരയുക. ഈ 19 അധ്യായത്തിന്റെ 34 വാക്യം തൊട്ട് വായിച്ചു. 19 അധ്യായം 34 വാക്യം. എന്റെ നിമിത്തവും എന്റെ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്റെ യഹോവയുടെ അരുളപ്പാട്. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,80,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. നമ്മൾ അറിയാത്തതായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും എന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. നമുക്കറിയുന്ന കാര്യമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. 1,80,000 പേരെന്നൊരു കണക്ക് ഇന്ന് പിന്നെയും കണക്ക് കൂട്ടാം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എറണാകുളത്ത് പോയതായ സഭാ സമ്മേളനത്തിന് 1,00,000 പേര് വന്ന് നടന്നതായി പറയപ്പെടുന്നു. അന്ന് പോയവർക്കറിയാം, അവിടെ തിക്കും കുന്തും തള്ളൊക്കെ നമുക്കറിയാം അല്ലേ? ഇവിടെ എത്ര പേരുടെ കണക്കാണ് അറിയുന്നത്? 1,80,000 പടയാളികളാണ്. അത്രയും പടയാളികളാണ്. ആരുടെ പടയാളികളെ? അശൂർ സൈന്യത്തിന്റെ പടയാളികളാണ്. അപ്പം മനസ്സിലാക്കാമല്ലോ ആ സൈന്യബലം. ഇത്രയും പേര് ചുറ്റും കിടക്കണമെങ്കിൽ അവർക്കുള്ള ആഹാരം, വെള്ളം, മറ്റു സജ്ജീകരണങ്ങള്, കുതിര, ആന, മറ്റു മൃഗങ്ങളെ ഇതെല്ലാം ചേർന്നതായ സൈന്യമാണ്. നമുക്ക് ചിന്തിക്കാൻ നോക്കുകയില്ല, അത്ര വലിയ സൈന്യമാണ്. ഇതിനെ കണ്ടപ്പോൾ തന്നെ രാജാവ് ഒക്കെ പേടിച്ചു പോയി. അതുകൊണ്ടാണ് എല്ലാം ഊരിക്കൊടുത്ത് അവരെ വിടാതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഊരിക്കൊടുത്തിട്ടും കഥയുവ പോകുന്നില്ലല്ലേ? പിന്നെ എന്തേ മാർഗമുള്ളൂ? ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എന്താ പോകണമെന്നൊന്നും ഹിസ്കിയാവ് ചിന്തിക്കുന്നില്ല. പക്ഷെ എങ്കിലും അവിടെ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുക. ഇത് നമുക്ക് എന്താ ബോധ്യമാകാത്ത? പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ള ബോധ്യമാകാത്ത എന്തുകൊണ്ടാണ്? രാജാവിനും ബോധ്യം, ഹിസ്കിയാവിനും ബോധ്യമായി. പക്ഷെ ദൈവത്തിന് സ്വന്തം ജനങ്ങൾക്ക് ഇന്നും അത് ബോധ്യമാകുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്കോണം പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്നുള്ള കാര്യം ഇന്നും പലർക്കും ബോധ്യമാകുന്നില്ല. പക്ഷെ ഇതാ മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു കാര്യം പ്രവർത്തിക്കുക. എന്ത് ചെയ്യുന്നു? അന്ന് രാത്രിയിൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,80,000 പേരെ കൊന്നുകളഞ്ഞു. അന്ന് ഇന്ന് ഉറങ്ങിയതാണ്. നാളെ നേരം വെളുത്താവുടനെ ഈ യെരൂശലേമിനെ പിടിച്ചെടുക്കാൻ തക്കണം പ്ലാൻ ചെയ്തതായ സമൂഹമാണ്. നേരം വെളുത്തപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. എന്താ സംഭവിച്ചത് ഇന്നും ആർക്കും അറിഞ്ഞുകൂടാ. സംഹാര ദൂതനെ കടന്നു വന്നേ അന്ന് കിടന്നുറങ്ങിയവരും മുഴുവനും പട്ടുപോയി കേട്ടോ. ഒരു വലിയ പ്രതിസന്ധിയാണ് രാജാവിടെ അഭിമുഖീകരിച്ചത് കേട്ടോ. ഇനി രാജാവിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വല്ലതും വരുമോ? എനിക്കുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുമോ? വീണ്ടും വായിക്കും അറിയാം, പ്രതിസന്ധി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് വലിയ പ്രതിസന്ധിയാണ് നമ്മൾ നോക്കുന്നല്ലേ. ഇത് വായിക്കുമ്പോൾ അറിയാം പ്രതിസന്ധികൾ തുടങ്ങുന്നതേ ഉള്ളൂ. രാജാവിന്റെ വാഴ്ചയുടെ 14-ാമത്തെ ആണ്ടിൽ സംഭവിക്കുന്നത്. 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം വായിച്ചു. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്തെന്ന് പറഞ്ഞു. കൊച്ചു പയ്യനെ രാജാവാക്കി. 14 വർഷം അങ്ങോട്ട് രാജാവായി ഭംഗിയാണ് നിർവഹിച്ചു. കാര്യങ്ങളൊക്കെ ദൈവാസനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാജാവിന്റെ അരികിലോട്ട് പ്രവാചകൻ എന്ന് പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ വീട്ടുകാരും ഒക്കെ ഒന്ന് ഭംഗിയായിക്കൊള്ളുക. അവൻ രാജാവ് ചെയ്യുന്ന ഇടപാട്, നീ നാളെ മരിച്ചു ഇടുത്തി വീഴുന്നതല്ലേ അല്ലേ? രാജാവിന് കേട്ടപ്പോൾ പേടി, രാജാവിന്റെ സ്നേഹിക്കുന്ന മന്ത്രിമാർക്ക് പേടി, എല്ലാവർക്കും പേടി. നീ എത്രയും വേഗം വീട്ടുകാരെ ശരിപ്പെടുത്തിക്കൊള്ളുക അല്ലേ? മിറ്റൊക്കെ അടിച്ചു വൃത്തിയാക്കുക, എന്താ ശവം വെക്കാൻ ക്രമീകരണത്തിന് വേണ്ടി പറയുക.
അപ്പൊ ഈ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കുഴപ്പമാണ്, നമ്മുടെ കുഴപ്പമാണ്. ആർക്കറിയാം? കുഴപ്പമൊന്നും ചിന്തിക്കണം. നമ്മളതിനെ വശപ്പെടുക എന്നുള്ളത് കേട്ടോ. ദൈവത്തിന് ചോദിച്ചിരിക്കാൻ അവകാശമൊന്നുമില്ല. ഹിസ്കിയാവിനെ പറ്റി പറയുന്നത്, ഹിസ്കിയാവ് ദാവീദിനെ പോലെ തന്നെ ദൈവത്തിന് ഇഷ്ടമായി പ്രവർത്തിച്ച ആളാണ്, നല്ല രാജാവാണ്. പക്ഷെ കടന്നു വരുന്നതെല്ലാം പ്രതിസന്ധികളാണ്. ഉടനെ ഹിസ്കിയാവും ഈ മരണത്തിൻ്റെതായ വിളി കേട്ടപ്പോൾ ആകെപ്പാട് തകർന്നു പോയി കേട്ടോ. ഉടനെ ഹിസ്കിയാവ് അവിടെ നല്ലൊരു പ്രാർത്ഥനയൊക്കെ നിർവഹിക്കുന്നുണ്ട്. അത് മുഴുവൻ നമുക്കിപ്പം വായിക്കാൻ തക്കമുള്ള സമയം അനുവദിക്കുന്നില്ല. എങ്കിലും അവിടെ ചെയ്യുന്നതായ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇരുപതാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചു. നീ മടങ്ങി ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കും. പ്രവാചകൻ എന്ന് പറഞ്ഞു, നിന്റെ ഗ്രഹക്കാരെയൊക്കെയും ഭംഗിയാക്കിക്കൊള്ളുക, നീ ഉടൻ തന്നെ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ആ സമയത്തും ആ പ്രാർത്ഥന മുഴുവനായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ആ സമയത്തും ഹിസ്കിയാവ് ചെയ്തത് ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ച് ചോദിക്കുക, കർത്താവേ, ഞാൻ നിന്റെ സന്നിധി ഇതുവരെയും നിനക്ക് അനുകൂലമായിട്ടുള്ളത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ പ്രതിസന്ധികളുടെ കാരണം എന്ന് ചോദിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ വീണ്ടും പ്രവാചകനോട് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പറയുകയാണ്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3 ചെറുവാചകങ്ങൾ പറയുന്നത്. അതിനുമുമ്പ് ഇഷ്ടംപോലെ പ്രാവശ്യം പ്രാർത്ഥന കേട്ട് കഴിഞ്ഞു കേട്ടോ. ഇവിടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. സ്വന്തം ആരോഗ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയും ദൈവം കേൾക്കുക. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, വീണ്ടും ഇതാ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും, പ്രാർത്ഥിക്കാൻ പോകുന്ന. 3-ാം ദിവസം നിന്റെ ആലയത്തിൽ പോകുന്നതിൽ ഇപ്പോൾ ആലയത്തിൽ പോകുന്നില്ല, രോഗം വന്നു കഴിഞ്ഞു. ഈ തിരുവനന്തപുരത്തൊക്കെ രാജവാഴ്ചയുടെ സമയത്തും അത് ഇന്നുമുണ്ട്. രാജാവ് അമ്പലത്തിൽ എഴുന്നള്ളാൻ പോകും. രാജാവിന് സ്വന്തം അമ്പലമാണ് ഏതാ? ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. ഇന്നും മുഖ്യ രാജാവ് അമ്പലത്തിൽ എഴുന്നള്ളാൻ പോകുന്നതിന് ആ സമയത്ത് വണ്ടികളൊക്കെ മാറ്റിയിട്ട് പോകാനുള്ള ക്രമീകരണമൊക്കെയും ചെയ്യുന്നത്. പണ്ടും അങ്ങനെയായിരുന്നു. പണ്ടത് വലിയ സന്നാഹമായിരുന്നു. രാജാവിന് എന്നും പോയി തൊഴാം. പ്രജകളായ നമുക്ക് പള്ളിയിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? രാജാവിന് പള്ളിയിൽ പോകുന്ന കുഴപ്പമില്ല. പ്രജയ്ക്ക് പോയാൽ നാണക്കേട്. പള്ളിയിൽ പോയി കരഞ്ഞാലോ അതിലും നാണക്കേട്. പ്രജ ഇരുന്നാലോ അതിലും നാണക്കേട്. അവിടെ ഉണ്ടാകുകയില്ല, പള്ളി പോവുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, പള്ളിയിൽ പോയിട്ട് കരയുകയില്ല. പിന്നെ എവിടെ പോകും? പിന്നെ എവിടെയെല്ലാം പോകാൻ ഇടയുണ്ടല്ലേ? പാത്രം കൊടുത്താൽ ഇടയില്ല പോകാനല്ലേ? എവിടെയെല്ലാം പോയി കരയാൻ ഇടയുണ്ടല്ലേ? പാലത്തിലാകാം, കരയിൽ ഇഷ്ടംപോലെ ഇടയാ. ഏതായാലും പറയുന്നു, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടെ കൂട്ടും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടി കൂട്ടുമെന്ന് പറയുക. 25-ാമത്തെ വയസ്സിൽ രാജാവായി. 14 വർഷം ഇപ്പോൾ തന്നെ ഭരണം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വയസ്സ് 39. ഇപ്പൊ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം പറഞ്ഞു, നീ ഇപ്പം മരിക്കുകയില്ല, 15 സംവത്സരം കൂടെ ജീവിക്കുന്നു. അപ്പൊ എത്ര വയസ്സ് വരെയാവും? 54. 54 വയസ്സിൽ മരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. രാജാവിന്റെ പ്രതിസന്ധികൾ കടന്നു വരുന്നത് കേട്ടോ. ഇപ്പൊ ഇത്രയും കേട്ടപ്പോൾ രാജാവിന് തന്നെ ഒരു സംശയം. എന്നെ വലിയ വലിയ പ്രതിസന്ധികളൊക്കെ രക്ഷിച്ചത്, പക്ഷേ മരണകരമായ രോഗം വന്നിരിക്കുന്നു, ഇപ്പോൾ മരിക്കുന്നു പറയുന്നു.
പക്ഷെ രാജാവ് വീണ്ടും കൽപ്പിക്കുകയാണ് പ്രവാചകൻ മുഖാന്തരം, നീ ഉടൻ തന്നെ മരിക്കുകയില്ല, 15 സംവത്സരങ്ങളിൽ ഞാൻ ആയുസ് കൂട്ടുന്നു, 3-ാം ദിവസം നീ ദേവാലയത്തിൽ പോകുമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് രോഗം വന്നിട്ട് വല്ലതും കടലിൽ കിടപ്പായോ ഇല്ലയോ, പക്ഷെ ആ വാക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എനിക്ക് കേൾക്കുന്ന വാക്ക് ശരിയാണോ? ഈ 7-ാമത്തെ വാക്യം വായിച്ചു. പിന്നെ യെശയ്യാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അവർ അതെ കൊണ്ടുവന്നു പരിമിന്മേലിട്ടു, അവന് സൗഖ്യമായി. ഹിസ്കിയാവ് യെശയ്യാവോടെ, യഹോവ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ 3-ാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിനെ അടയാളം എന്തെന്ന് ചോദിച്ചു. അതിന് യെശയ്യാവ്, യഹോവ അരുളിച്ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയെങ്കിൽ നിന്ന് ഇത് നിനക്ക് അടയാളമാണ്. നിഴൽ 10 പടി മുമ്പോടെ പോകണമോ, 10 പടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു. ഇവിടെ 15 സംവത്സരം കൂടി ദൈവം തമ്പുരാൻ തരും എന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് ഒരു സംശയം, ദൈവത്തിന്റെ അകപ്പാട് ശരിയാണോ, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും? എന്നാൽ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്തതായ ചില അത്ഭുതങ്ങൾ നമ്മിൽ കടന്നു വരുമ്പോൾ നമുക്കിനെ സംശയം തോന്നും, ശരിയാണോ, നടക്കുമോ? ഹിസ്കിയാവിന് സംശയം, നമുക്ക് സംശയം ഉണ്ടാകില്ലല്ലേ? ഉടനെ ആ സംശയം പരിഹരിക്കാൻ തക്കവണ്ണം പ്രവാചകൻ ചോദിക്കുകയാണ്, സൂര്യ ഘടികാരത്തിൽ 10 പടി മുൻപോട്ട് പോകണമോ പുറകോട്ട് പോകണമോ? നമുക്ക് പറഞ്ഞാൽ അങ്ങനെ പിടിയെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോ എല്ലാവരുടെയും കയ്യിലും കാലെല്ലാം വാച്ചും എവിടെ നോക്കിയാലും സമയം അല്ലേ? പണ്ടാണെങ്കിലോ ആകെ ഒറ്റ സമയമേ ഉള്ളൂ, ഒരേ ഒരു സമയമേ ഉള്ളൂ. അതെവിടെയാ? രാജാവിന്റെ കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിന് അകത്തൊന്നുമല്ല, പിന്നെയോ രാജാവിന്റെ കൊട്ടാരത്തിന് മുറ്റത്താണ്. അതെങ്ങനെയാ? സൂര്യ ഘടികാരം അതെങ്ങനെയിരിക്കും? കണ്ടിട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം, പറഞ്ഞാൽ ശരിയാവും തോന്നില്ലെങ്കിലും ഒരു വലിയ കവുങ്ങിന്റെ അത്രയും പൊക്കമുള്ളത് വലിയൊരു പോസ്റ്റ്, ചുറ്റും മരങ്ങളൊന്നുമില്ല, എപ്പോഴും വെയിലടിക്കുമ്പോൾ അതിന്റെ അതേ വെയിൽ കൊള്ളു. അപ്പുറം ഇപ്പുറം സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടിരിക്കുക പൊക്കത്തിൽ. അതേ സമയാസമയങ്ങളുടെ ആ സ്റ്റെപ്പിന്റെ അവിടെ ഈ നിഴലിൽ വീഴും. കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ ഈ പോസ്റ്റിന്റെ നിഴൽ എവിടെ ചെല്ലും? പടിഞ്ഞാറ് അറ്റത്ത് ചെല്ലും. അപ്പോൾ നേരം വെളുക്കുമ്പോൾ ഇത്ര മണി എന്ന് പറയാൻ കേട്ടോ. സ്റ്റെപ്പൊക്കെ നിങ്ങൾ കണക്കൂട്ടിയാണ്, ഞാൻ പറയുന്നില്ല. അതെ, മണിക്കൂർ മാത്രമേ ഉള്ളെങ്കിൽ 12 കാണാം. ഇനി മിനിറ്റ് വേണം, അരമണിക്കൂർ വേണമെങ്കിൽ വേറെ എണ്ണം നയിക്കാം. അതൊക്കെ വേറെ ചിന്തിക്കണ്ട. അപ്പൊ ഇതിൻ്റെ അകത്തെ ഓരോ പ്രാവശ്യവും പടികൾ ഇറങ്ങി പോവുക പതിവ് അല്ലേ? മുൻപോട്ട് സമയം പോകുമ്പോൾ 9 കഴിഞ്ഞാൽ പിന്നെ എത്ര സമയം വേണ്ടത്? 10 മണിയാ അല്ലേ? 9 കഴിഞ്ഞിട്ട് 9 ആയി കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? മുമ്പ് ചോദിച്ചപ്പോൾ 9 ആകുമ്പോൾ ഇപ്പൊ സമയം ചോദിച്ചപ്പോൾ 9 ആകുമ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ചോദിക്കുന്നത്, ഘടികാരത്തിലെ പടികൾ ഇറങ്ങി പോകണോ കയറി വരണോ? അപ്പോൾ നമുക്കറിയാം ഇറങ്ങി പോകുന്ന ഇച്ചിരി ഈസിയാണ്. 9 കഴിഞ്ഞ് 9 ആകുമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഈസിയാണ്. 9 കഴിഞ്ഞിട്ട് 9 ആകുന്നതോ അത് പാടാം. ഉടനെ ഹിസ്കിയാവ് തന്നെ പറയുക, ഇറങ്ങി പോകുന്നതല്ല കയറി വരുന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു. ഉടനെ പ്രവാചകനെ കൽപ്പിച്ചു, അന്ന് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറഞ്ഞു. എത്ര പടി ഇറങ്ങി വന്നത്? താഴോട്ട് വായിച്ച്. നിഴൽ 10 പടി ഇറങ്ങി പോകുന്നത് എളുപ്പമാകും, അങ്ങനെയല്ല നിഴൽ 10 പടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ ആകാശിന്റെ സൂര്യ ഘടികാരത്തിൽ ഇറങ്ങിപ്പോകുന്ന നിഴലിനെ 10 പടി പിന്നോക്കം തിരിയുമാറാണ്. അങ്ങനെ ആ ഒരിക്കലും സംഭവിക്കാത്തതായ ഒരു അത്ഭുതം ആ ഘടികാരത്തിന് അവിടെ സംഭവിക്കുക. ഇറങ്ങിപ്പോയതായ 10 പടികൾ പിന്നോക്കം കയറുമെന്നാണ് പറയുന്നത്. അതിനാലെ ദൈവത്തിന് വലിയ അത്ഭുതം ഈ ഹിസ്കിയാവിന് മനസ്സിലാക്കാൻ സാധിച്ചു. വീണ്ടും അദ്ദേഹം 15 വർഷം കൂടെ ഭരിച്ച് 54-ാമത്തെ വയസ്സിലെ കാലയവനിക്കുള്ളിൽ മറഞ്ഞ് ഹിസ്കിയാവ് നല്ല രാജാക്കന്മാർ പട്ടികയിലേക്ക് പ്രവേശിച്ചു. ഹിസ്കിയ രാജാവല്ല നമ്മുടെ വിഷയം കേട്ടോ. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഹിസ്കിയ രാജാവ് എങ്ങനെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു. ടെക്നിക്കൊന്നുമില്ല കേട്ടോ. ഒന്ന്, യഹോവയുടെ കൂടെ ഇരുന്നു. യഹോവ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെയും അനുഗ്രഹമായിരുന്നു. എന്നാലും പ്രതിസന്ധികളുടെ കൂമ്പാരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെയും ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവനായിരുന്നു ഹിസ്കിയാവ്. അത് സമൂഹത്തിന്റെ കാര്യമായിരുന്നാലും വ്യക്തിപരമായ കാര്യമായിരുന്നാലും ദൈവസന്നിധിയിൽ കരയുവാൻ തക്കണം മടിയില്ലാത്തവനായിരുന്നു. തനിയെയല്ല,
അവനും അവന്റെ രാജാവും അവന്റെ മന്ത്രിമാരും പ്രജകളും എല്ലാം ഉൾപ്പെടെ ഒരുമിച്ച് കരയുന്ന ഭവനം, ഒരുമിച്ച് കരയുന്ന സമൂഹം. അവിടെ ദൈവത്തെ അത്ഭുതം പ്രവർത്തിക്കാതിരിക്കാൻ ഒക്കുകയില്ല. ഹിസ്കിയ രാജാവിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചുകൂടാ? എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൂടാ? കണ്ണുനീർ കുറയരുത്. കണ്ണുനീർ കുറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ കുറവ് സംഭവിക്കും. കണ്ണുനീരിന്റെ കഥയാ വേദപുസ്തകത്തിന്റെ കഥ. ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ അവരൊക്കെയും ദൈവത്തിൽ നിന്ന് കൃപകളെ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഹിസ്കിയാവിനെ കരയാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കരഞ്ഞുകൂടാന്നുള്ള ഒരു ചോദിച്ചിട്ടാണ് നമ്മൾ തല എഴുതേണ്ടത്. രാജാവിന് കരയാം, രാജാവിന് പള്ളിയിൽ പോകാം, പക്ഷെ എന്തുകൊണ്ട് നമുക്ക് പോയിക്കൂടാ? ദേവാലയങ്ങൾ പണിതിരിക്കുന്നതും ഭവനങ്ങൾ ദേവാലയമായി സൂക്ഷിക്കുന്നതും പ്രാർത്ഥിക്കാൻ തക്കവണ്ണം. വീട്ടിലെ അച്ഛനായിരുന്നു എംസിനാണോ? അത് പള്ളിയിലെ അച്ഛനാണ് എന്നല്ലേ? നാട്ടുകാരൻ പിള്ളേർന്നത് അച്ഛൻ പള്ളിയിലെ അച്ഛൻ തുടങ്ങിയല്ലേ? പിന്നെ വീട്ടിലെ അച്ഛനാരാ? നിങ്ങളെല്ലാം അച്ഛന്മാരാ, വീട്ടിലെ അച്ഛന്മാരാ. പ്രാർത്ഥനയ്ക്ക് ആരും എഴുതിയുന്നോ അതാ മുഖ്യ അച്ഛൻ. മറ്റേ അച്ഛന്മാരെ കൊച്ചച്ഛന്മാരാ അല്ലേ? പക്ഷെ വീട്ടിലെ അച്ഛന്മാരുടെ മടിയന്മാരാ. സമയത്ത് മണിയടിക്കുകയില്ല, സമയത്ത് വേദോസം വായിക്കുകയില്ല, ധൂപിക്കുകയില്ല, പുകയ്ക്കുകയില്ല. ഇങ്ങനെ വീട്ടിലെ ആരാധന ഭംഗിയാകുന്നത്. സന്ധ്യയ്ക്ക് പള്ളി മണിയടിച്ചെങ്കിൽ എന്ത് പുറത്തായാലേ? ആരുടെ മണിയടിക്കുന്ന അടിച്ചിട്ടോ അവന് വെക്കിട്ട് കയറും അല്ലേ? പക്ഷെ വീട്ടിലൊന്നും വേണ്ടേ? വീട്ടിൽ മണിയടിയും വേണ്ട, വേദോത്സവമാനും വേണ്ട, പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ സമയാസമയം ആഹാരം ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണോ? നേരത്തോളം വലിയ കുഴപ്പമല്ല അല്ലേ? അവിടെ അടിപിടിയൊക്കെ ഉണ്ടാവും. നേരത്തോളം നോക്കിയില്ലെങ്കിൽ അടിക്കണം. പ്രാർത്ഥനത്തിന് മതി നേരത്തോളം കേട്ടോ. എപ്പോഴാണ് നേരത്തോളം അടി തുടങ്ങുന്നത്? എല്ലാം കഴിയുമ്പോഴല്ലേ? അത് വന്ന പള്ളി വന്നതാണ് നേരത്തോളം പാടാം. എനിക്ക് പിന്നെ കുഴപ്പമില്ല അല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് മതി കേട്ടോ. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് മതി വൈകിട്ടത്തെ നേരത്തോളം നോക്കുക കേട്ടോ. അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളൊരു സമരം ചെയ്യണം. ആരാധന കഴിയട്ടെ, അച്ഛൻ വന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അത് വേണം. അതിന് കൂടെ സങ്കടം പറഞ്ഞ് ദൈവത്തിൽ കരയണം. അതൊക്കെ ആവശ്യമാണ്. അത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ രാജാവിനോട് പഠിപ്പിക്കുന്നു. രാജാവിന്റെ പേരെന്തുവാ? ഹിസ്കിയ. ഞാൻ പറഞ്ഞു നുണയുണ്ടെങ്കിൽ ഹിസ്കിയാവിന്റെ പുസ്തകം അല്ല, 2 രാജാക്കളുടെ പുസ്തകം 18-19 വായിക്കുന്നത് വായിക്കണം. ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു. 3 അധ്യായത്തിന്റെ കാര്യം പറഞ്ഞത് ഒന്ന് വായിച്ച കരയാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കരുത്തില്ല. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണം. ഈ 15 ദിവസങ്ങൾ കരയാനുള്ള ദിവസങ്ങളാണ് രൂപാന്തരപ്പെടുന്നത്. പരിശുദ്ധ മാതാവ് കരഞ്ഞാണോ? അത് ചിരിക്കായിരുന്നു. മാതാവ് ചിരിച്ചെങ്കിലും ഗവേഷണം ചെയ്യേണ്ടത് ചിരിച്ചു വേണമെന്ന് സംശയമുണ്ട്. എപ്പോഴും ചിരിക്കാനുണ്ടല്ലേ? ചിരിക്കാൻ എന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൃപ നിറഞ്ഞവളെ നീ ഭാഗ്യവതി എന്ന് പറഞ്ഞ ആ നിമിഷം തൊട്ട് മറിയാമിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പറ്റുമെന്ന് സംശയമാണ് അല്ലേ? പക്ഷെ നമ്മളെല്ലാം എന്നാ പറയുന്നു? മറിയാമേ നീ ഭാഗ്യവതി എന്നാ പറയുന്നത്. ഭാഗ്യവതിയാ, പക്ഷെ കരഞ്ഞ് കണ്ണിന് പറ്റുമെന്നുള്ള സംശയമാണ്. നമുക്കതൊക്കെ പോരെ. ഹിസ്കിയാവ് നമ്മളെ കരയാൻ പഠിപ്പിക്കുന്നു. ഈ 15 നോമ്പിന്റെ സമയം മറിയമ്മയോട് ചേർന്ന് കരയുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ദേവാലയം അനുഗ്രഹിക്കപ്പെടും, സമൂഹം അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹത്തിന്റെ വലിയ കലവറ സ്വീകരിപ്പാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനാ സംഗമം മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും. ആദരണീയരെ വൈദ്യശ്രേഷ്ഠര്, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ ചാപ്പലിലേതായിരിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥനാ സംഗമം ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുന്ന രീതിയിൽ ഇന്നേ ദിവസം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് ഞാൻ ആദ്യമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. വീണ്ടും ഒരു വർഷം കൂടി നമുക്ക് ഒരുമിച്ച് ചേരുവാനും ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ഭവനത്തിൽ ഒരു നല്ല തിരുവനന്തപുരം കേൾക്കുവാനായിട്ട് ഏറ്റവും ലളിതമായിട്ട് എന്നാൽ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായിരിക്കുന്ന ഒരു നല്ല ഭവനത്തിൻ്റെതായിരിക്കുന്ന ആ വഴിയിലൂടെ കർത്താവ് നമ്മളെ നയിപ്പാൻ തക്കോണം ഇന്നേ ദിവസം ഇടയാക്കി. അതിനായിട്ട് ദൈവം ഉപയോഗിച്ചത് നമ്മളൊരുവരായി നമ്മോട് ചേർന്ന് പ്രവർത്തിച്ച നമ്മുടെ തന്നെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വാഴക്കച്ഛനാണ്. അച്ഛനെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അച്ഛനെ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞാൻ ഇവിടുന്ന് പോയാലും നിങ്ങളൊരുവരായിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകുമെന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഈ 15 നോമ്പിലേക്കുന്ന ആദ്യ ദിവസം തന്നെ അച്ഛനെ ദൈവം നമുക്ക് തന്നു. അച്ഛനെയാണ് ദൈവനാമത്തിൽ നമ്മുടെ ഈ കൂടി വരുന്ന നാമത്തിൽ ഹൃദയംഗമായിരിക്കുന്ന നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്.
ഇനിയും മുന്നോട്ടുള്ള നമ്മുടെ ഇതുപോലുള്ള ആവശ്യങ്ങളൊക്കെയും പ്രത്യേകം നമ്മൾ ക്ഷണിക്കേണ്ടത് ആവശ്യമില്ലെങ്കിൽ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഏത് കാര്യങ്ങൾക്കും മാർഗമായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും വന്ന് സംബന്ധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട മീഞ്ചരേശൻ, നമുക്കറിയാം വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട പല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെയും കാലാവസ്ഥ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോഴൊക്കെയും ഒരു പ്രാർത്ഥനത്തിന് പോലും അദ്ദേഹം സംബന്ധിക്കാതിരുന്നിട്ടില്ല. എപ്പോഴും ഇതിന് മുൻപതിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ആത്മീയമായി നമുക്ക് നല്ല നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മീഞ്ചരേശന് ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. ഇന്നൊരു ദിവസം ഈ ഭവനത്തെ ദൈവം തിരഞ്ഞെടുത്തു. ഈ ഭവനത്തിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിപ്പാൻ കൊണ്ട് ദൈവം ഇടയാക്കി. ഈ ഭവനത്തെയും ഇതിന്റെ ഭവനവാസിലായിരുന്ന ബഹുമാനപ്പെട്ട കൊച്ചുമോനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ദൈവനാമത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ഭവനത്തിൽ കടന്നു വന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് നല്ല നല്ല പാട്ടുകൾ ആലപിക്കുവാനായിട്ട് ഗായസംഘത്തെ ദൈവം ഒരുക്കി. ഗായസംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെയും നയിക്കുന്നവര്, അതിൽ പാടുന്നവര്, ഇതിന്റെ ചെറുതും വലുതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ആദ്യമായിട്ടൊന്ന് സഹകരിക്കുന്ന സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഇന്ന് കടന്നിരിക്കുന്ന പ്രത്യേകിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. ദൈവനാമത്തിൽ ഞാൻ വാഗ്ദാനം ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും കരുണയുള്ളവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന ഈ ഭവനത്തെ നീ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഇതിൽ പാർക്കുന്നതിന് മക്കളെ ഓരോരുത്തരെയും നീ കാത്തുകൊള്ളണമേ. ഇവരുടെ ചിന്തകളും സംസാരങ്ങളും പ്രവർത്തനങ്ങളും നിന്റെ സന്നിധി ബോധത്താൽ നിയന്ത്രിതമായിരിക്കണമേ. കാരുണ്യവാനെ ഇവരുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും സാധിപ്പിക്കണമേ. പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ. ഇവരിൽ നിന്ന് ലോകത്തെയും മറ്റെല്ലാ പ്രതികൂലതകളെയും നീക്കിക്കളയണമേ. ജോലിയായിരിക്കുന്ന പ്രിയപ്പെട്ട മകളെ കാത്തുകൊള്ളണമേ. നീ ഇവർക്ക് ഓരോരുത്തർക്കുമായി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും ഇടവിടാതെ ഇവർ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ ഈ കൂട്ടത്തെ അനുഗ്രഹിക്കണമേ. ഇതിലേക്ക് പ്രാർത്ഥനാപൂർവ്വം കടന്നു വന്നതിന് മക്കളെ ഓരോരുത്തരെയും വാഴ്ത്തണമേ. ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. തൊട്ടിയോടെ കേൾക്കുമാറാകണം.